Game on! Now game on with Kiko and get your power mode on. If you have not experienced the same, download the game. Available on Google Play. ആഹാ ആഹാ വാവ്, ഈ ഫാം ഹൗസ് കണ്ടിട്ട് വളരെ വലുതാണല്ലോ ഖന്ന സാറേ. തവള ചാടിയാൽ കുളത്തില്, ആന ചാടിയാൽ കുഴിയില്. ഈ ഫാം ഹൗസ് എന്റെ അമ്മാവൻ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നിരിക്കുകയാണ്. അടികൈ പറക്കണമെങ്കിൽ ചിറക് വേണം, നന്നായിട്ട് പാടണമെങ്കിൽ ശ്രുതി വേണം. കുറച്ചു ദിവസം നമ്മളിവിടെ താമസിക്കാൻ പോവുകയാണ്. കുട്ടികളെ നന്നായിട്ട് എൻജോയ് ചെയ്യും. അടികൈ വരൂ, അടുത്തത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അടിപൊളി സ്ഥലം, നമുക്ക് എന്തായാലും പൊളിക്കണം. സംശയമുണ്ടോ? കൂട്ടുകാരെ, കിറ്റിക്ക് ഷൂട്ടിംഗ് ഇല്ലായിരുന്നെങ്കിൽ അവളും വരുമായിരുന്നു. അവൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. അയ്യോ, പണി പാളിപ്പോയല്ലോ. സോറി സർദാർ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. താങ്ക് യു, നിങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരന്റെ ജീവൻ രക്ഷിച്ചു. അതൊന്നും വലിയ പ്രശ്നമേ അല്ല. എന്താ പറഞ്ഞേ? ഇതത്ര വലിയ പ്രശ്നമൊന്നും അല്ലെന്നോ? എടാ കണ്ടമ്പൂച്ചേ, ആദ്യം എനിക്ക് നിന്നെ തന്നെ തിന്നണം. ഞാൻ ടൊമാറ്റോ ഗ്രേവി തൊട്ട് ഇവനെ നന്നായി തിന്നും. ഹലോ, അതൊക്കെ പോട്ടെ. ആരാണ് നിങ്ങൾ? എന്റെ പേരാണ് ഷബ്നം. ഇഷ്ടമുള്ളവർ എന്നെ ഷബെന്ന് വിളിക്കും. നിന്റെ പേരെന്താണ്? ഇന്ദു, ബിന്ദു, സന്ധ്യ, മീര? അല്ല, എന്താ ഇത്? ഞങ്ങളെ കണ്ടിട്ട് പെൺകുട്ടികളെ പോലെയാണോ തോന്നുന്നത്? ഇന്റലിജന്റ് പോപ്പറ്റ്. ഇവന് എന്തായാലും എനിക്ക് റോസ്റ്റ് ചെയ്ത് കഴിക്കണം. ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. എന്നോടൊപ്പം നിങ്ങൾക്ക് കൂട്ടുകൂടാമോ? എനിക്ക് കൂട്ടുകൂടുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ പുതിയ പുതിയ സ്ഥലങ്ങൾ അന്വേഷിച്ചു പോകും. എനിക്ക് കൂട്ടുകാരെയും കിട്ടും. നിങ്ങൾ എന്നോടൊപ്പം വന്ന പുതിയ സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഈ അറിയാത്ത സ്ഥലത്ത് ഇങ്ങനെ ഒരാളിനെ കിട്ടിയത് വളരെ നല്ല കാര്യം തന്നെയാണ്. ഇന്റലിജന്റ് പൂച്ച. ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ എന്താ ആലോചിക്കുന്നേ? നിങ്ങൾക്ക് കഴിക്കാൻ ഞാൻ ഗീ റോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ അടുത്ത എന്റെ ട്രീ ഹൗസ് ഉള്ളത്. എന്താ വരുന്നോ? ഓണം വരുമ്പോഴേ അത്തപ്പൂക്കളം ഇടൂ. കുട്ടികളെ, നിങ്ങൾ എവിടെയാണെങ്കിലും വേഗം വന്ന് ആഹാരം കഴിക്കൂ. അടികൈ. ശബ്ദം, നാളെ ഞങ്ങൾ നിന്റെ വീട്ടിലോട്ട് വരാം. ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകണം. ശരി, എന്നാ ഞാൻ ഇന്ന് വേറെന്തെങ്കിലും കഴിക്കാം. അതെന്താന്ന് വെച്ചാല് ഉപ്പുമാവ് കഴിച്ചോളാം. നാളെ എല്ലാരും നിങ്ങൾ വരുമ്പോ നിങ്ങൾ എല്ലാരും ഒന്നിച്ച്, അതായത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാന്ന് പറഞ്ഞതാ. ഇവർക്ക് എന്തൊരു സ്നേഹമാ. ഓക്കേ, ഗുഡ് നൈറ്റ്. നിങ്ങളുടെ വരവനായി ഞാൻ കാത്തിരിക്കും. ഞാൻ ഖന്ന സാറിനോട് പറഞ്ഞതാ ഇന്ന് ആഹാരം ജോർദാർ ഉണ്ടാക്കട്ടെ എന്ന്. പക്ഷെ ആരും തന്നെ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. എന്ത് വൃത്തിയായിട്ട കറിയാ ഉണ്ടാക്കിയത്. എനിക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ. അടിപൊളി. എന്തായാലും കുറച്ച് ക്യാരറ്റ് കഴിച്ചേക്കാം. ഇന്ന് രാത്രിത്തെ ആഹാരത്തിനുള്ള വകയായി. ഹായ് ശബ്നം ജി. ഇത് കണ്ടോ, എത്ര മനോഹരമായ ആമയാ. അയ്യോ, ഇത് ആമയല്ല, ഇത് മൊയലാണ്. ആമ എഴഞ്ഞ നീങ്ങാറുള്ളത്. എത്ര നല്ല ജോക്കാണ്. ഇവന് പേര് ആമയെന്നാ. എന്റെ കൂട്ടുകാരനാ. അല്ലടാ ആമേ.
ദാ നോക്ക്, സമയം ഒരുപാടായി. വീട്ടിൽ പോവാൻ നോക്ക്. ചെല്ല് ചെല്ല്. ആ? അതൊക്കെ പോട്ടെ, ഈ രാത്രിയില് നീ ഇവിടെ എന്തെടുക്കുക? എനിക്കിപ്പോ വല്ലാതെ വിശക്കുന്നുണ്ട്. ഓഹോ, എങ്കിൽ നീ എന്റെ വീട്ടിലേക്ക് വന്നോ. നിനക്ക് പനീർ പസന്ത ഉണ്ടാക്കി തരാം. അടിപൊളി. എനിക്കാണെങ്കിൽ പനീർ പസന്ത ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു. ഓഹോ, കൂട്ടുകാരിൽ നോ സോറി നോ താങ്ക് യു. മനസ്സിലായല്ലോ? Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play. നീ എനിക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കുകയല്ലേ? ഞാൻ നിന്നെ എന്തെങ്കിലും കാര്യത്തിന് സഹായിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ കൂട്ടുകാരിൽ നിന്ന് ഒന്നും എക്സ്പെക്ട് ചെയ്യാറില്ല. നിറങ്ങൾ മാറുന്നത് എനിക്ക് നീ ഇഷ്ടമാണ്. പറഞ്ഞ ഈ ആഗ്രഹം ഞാൻ ഇപ്പൊ തന്നെ സാധിച്ചു തന്നേക്കാം. ഓക്കെ, കഴിഞ്ഞു. അയ്യോ, നീ മൊത്തത്തിലാകെ നനഞ്ഞല്ലോ. രാത്രി മുഴുവൻ ഇങ്ങനെ അഴയിൽ കിടന്നു കഴിഞ്ഞാലേ രാവിലെ ആകുമ്പോ ഉണങ്ങി കിട്ടിക്കോളും. ഹണി, എന്നെ താഴെ ഇറക്ക്. നിനക്ക് ഡിന്നർ ഉണ്ടാക്കണ്ടേ? വേണ്ട വേണ്ട, എന്നെ കുറിച്ച് ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ഞാൻ എന്തായാലും ക്യാരറ്റ് കഴിച്ചോളാം. നീ ഇപ്പൊ ഉണങ്ങാനുള്ള വഴി നോക്ക്. എന്തായാലും നാളെ കാണാം ഫ്രണ്ട്. ബൈ. നാളെ നിന്നെയും നിന്റെ കൂട്ടുകാരും വെറുതെ വിടില്ലടാ. ഒന്നിനു പുറകെ ഒന്നായി ഞാൻ എല്ലാരെയും കഴിക്കും. വാവ്, കൊള്ളാം. ഇങ്ങനെ കാറ്റിൽ പറക്കുന്നത് ഒരു സുഖമുള്ള ഏർപ്പാട് തന്നെയാ. സംശയമുണ്ടോ? ഇവനെ കാണുമ്പോ എന്റെ മനസ്സിൽ എന്തൊക്കെയോ വന്നു പോവുകയാണ്. ഇവൻ എങ്ങനെയൊന്ന് പിടിക്കുക? അല്ല, എന്തിനാ ഇത് പച്ചക്ക് കഴിക്കുന്നേ? ഞാൻ വേണമെങ്കിൽ ചുട്ടു തരാം. ഹേയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തിനാ പ്രയാസമൊക്കെ? കൂട്ടുകാർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ശരി. എന്റെ പേരാണ് ഷബ്നം. ഇഷ്ടമുള്ളവർ എന്നെ ഷബ് എന്ന് വിളിക്കും. പോപ്പട്ട്, ഇന്നെന്തായാലും ഞാൻ ആഗ്രഹിച്ചതുപോലെ ചുട്ടെടുക്കാൻ കഴിയും. അത് ശരി, ഇന്ന് ശബ്ദം പോപ്പട്ടിനെ കഴിക്കാൻ പോവുകയാണ്. പക്ഷെ ഈ പോപ്പട്ടിനെ ഞാനേ കഴിക്കുകയുള്ളൂ. അയ്യോ, ജഗ്ഗു, നീ എന്തായി കാണിക്കുന്നേ? സോറി ശബ്ദു, എന്റെ കണ്ണട താഴെ വീണുപോയി. അതുകൊണ്ടാ ഉന്നം തെറ്റിപ്പോയത്. ഞാൻ ആ പോപ്പട്ടിനെയാണ് പിടിക്കാൻ നോക്കിയത്. നിനക്ക് ഈ പോപ്പട്ടിനെ പിടിക്കാൻ കഴിയില്ല. ഈ പോപ്പട്ടിനെ ഞാനേ തിന്നുകയുള്ളൂ. നീ ഫ്രണ്ട് ആണെങ്കിൽ വേഗം അവിടുന്ന് മാറ്. ഞാനൊന്ന് കാണട്ടെ നീ എങ്ങനെ ഇതിനെ കഴിക്കുന്നതെന്ന്. താങ്ക് യു ശബ്ദം. അവനെ അങ്ങനെ തന്നെ പിടിച്ചോ. ഞാൻ ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. ഓഹോ, നീ എന്തായി കാണിച്ചത്? പോപ്പട്ടിനെ കഴിക്കാനുള്ള പ്ലാൻ നശിപ്പിച്ചില്ലേ? നീ എപ്പോ പ്ലാൻ ഇട്ടാലും ശരി, ആ പ്ലാൻ നശിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ പ്ലാൻ. ഇതൊന്നും ശരിയാവില്ല. 4 പേരെ ഒറ്റയടിക്ക് പിടിക്കണം. എന്റെ പ്ലാനിൽ ആർക്കും ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. ഇനി എന്തായാലും അവർ പിടിക്കുന്നതാണ് എന്റെ മുഖ്യ പ്ലാൻ. എനിക്ക് ഒരുപാട് സന്തോഷായി. എന്തായാലും നിന്നെ കണ്ടത് നന്നായി. ഇന്ന് വൈകിട്ട് ഞങ്ങൾ എല്ലാവരും പോവുകയാണ്. എന്ത്? അപ്പൊ എനിക്കിന്ന് സന്ധ്യ വരെ മാത്രമേ സമയമുള്ളൂ. എന്തിനുള്ള സമയമാ? കൂട്ടുകൂടാൻ, നിങ്ങളോട് പഠിച്ചു പൊളിക്കാൻ. അതെയോ? എവിടെയാ നമ്മൾ അടിച്ചു പൊളിക്കാൻ പോകുന്നേ? മലമുകളിൽ. അവിടെ വെച്ച് നിങ്ങളെ എല്ലാം ഞാൻ വേട്ടയാടും. ആലോചിക്കാണ്. ആലോചിച്ച് കഴിഞ്ഞു. ബെസ്റ്റ് പ്ലേസ് ആ മലമുകളിൽ. അവിടെ പോയിരുന്നാ നമുക്ക് നല്ലൊരു സൺസെറ്റ് കാണാൻ കഴിയും. ബഞ്ചി ജമ്പിങ്ങും ചെയ്യാം. എങ്ങനെയുണ്ട് എന്റെ പ്ലാൻ? ബഞ്ചി ജമ്പിംഗ്. ഹണി ഒരു മണ്ടനാണ്.
ആദ്യം അവനെ തന്നെ പിടിച്ചേക്കാം. വൗ, അടിപൊളി സ്ഥലം തന്നെ. എന്റെ ഫേവറേറ്റ് സ്ഥലമാണ്. ശരി, 3 പേര് പഞ്ചിങ് ജമ്പിങ് ചെയ്യാം. ഓക്കെ? ആദ്യം ഞാൻ ജമ്പ് ചെയ്യാം. വേണ്ട, നെക്സ്റ്റ് റൗണ്ടിൽ നീ എന്നോടൊപ്പം ചാടിയാ മതി. ഓക്കെ? ഉം, ഉം. നീ ഭയങ്കര ധൈര്യശാലിയാണ്. ബെൽറ്റ് ഇടാതെയാണല്ലോ നീ പഞ്ചി ജമ്പിങ് ചെയ്തത്. നല്ല രസമാണ്. സംശയമുണ്ടോ? എന്ത് രസമാണ് പറയുന്നത്? എനിക്ക് വല്ലാതെ പേടിയാകുകയാണ്. ഓക്കെ ഓക്കെ, എന്നാലും നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. സോർദാറിന് പകരം ഇപ്പൊ ഹണി പോകും, അല്ലേ ഹണി? യേയ്! ഇനി എന്തായാലും സോർദാറിന്റെ കഥ കഴിക്കേണ്ടത് തന്നെ. പിടിച്ചു. അത് ശരി, തൊട്ടുകളിയല്ലേ. ഈ കളിയിൽ എന്നെ തോൽപ്പിക്കാനായിട്ട് ആരും തന്നെ ഇല്ല. നമുക്ക് എന്നാലും കളിച്ചു നോക്കാം. ഇന്ന് ഈ ഡോഗ് എന്റെ ഇരയാണ്. കൂട്ടുകാരെ, ആ കഴുകൻ അവരെ കൊണ്ടുപോയി. പേടിക്കണ്ട, അവർ രണ്ടുപേരും കളിക്കുകയാണ്. അവർ രണ്ടുപേരും കൂട്ടുകാരാണ്. സംശയമുണ്ടോ? ശരി വാ, നമുക്കുടൻ തന്നെ പോകാം. കന്നാ സാർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആ ഷബ്നമിനോട് ഒരു ബൈ പറയാനുള്ള അവസരം പോലും കിട്ടിയില്ല. കഷ്ടായി പോയി. ഒരു കുഴപ്പമില്ല. നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോ അവരോട് തീർച്ചയായിട്ടും യാത്ര പറയാം. വരൂ. വരൂ. ജഗ്ഗു, നീ എന്തായി കാണിക്കുന്നത്? വരുത്തന്മാർക്ക് പോലും എന്റെ പേരറിയാം. ഞാൻ വല്ലാതെ അങ്ങ് ഫേമസ് ആയി പോയി. ഓ, കഷ്ടം, ഞാൻ സ്വപ്നമാണ്. എന്നെ വിട്. സോറി, ഞാൻ കണ്ണട വയ്ക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. കഷ്ടം, കൈക്കെത്തിയത് വായിക്കെത്താതെ പോയി. അവസാനം ഞാൻ എന്താഗ്രഹിച്ചോ അത് നടക്കാതെ പോയല്ലോ.